കൊൽക്കത്ത യുവ ഡോക്ടറുടെ കൊലപാതകത്തിൽ പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണ്. ഡോക്ടർമാർ നടത്തിയിരുന്ന സമരം അവസാനിപ്പിച്ചിരിക്കുന്നു. ജോലിയിൽ തിരികെ പ്രവേശിക്കണമെന്നും ഡോക്ടർമാരുടെ എല്ലാ പ്രശ്നങ്ങളും കർമ്മസമിതി കേൾക്കുമെന്നുമായിരുന്നു പ്രതിഷേധത്തിൽ പങ്കെടുത്തവരുടെ പേരിൽ നടപടി ഉണ്ടാകില്ല എന്ന് പറഞ്ഞുകൊണ്ട് സുപ്രീം കോടതി ഇന്നലെ ഒരു ഇടപെടൽ നടത്തിയത്. ഡോക്ടർമാർക്ക് അതിനെ സംബന്ധിച്ച് ഉറപ്പും നൽകിയിട്ടുണ്ടല്ലോ. അതെ, ഈ സാഹചര്യത്തിലാണ് ഈ സമരം അവസാനിപ്പിക്കാൻ തയ്യാറായത്. പക്ഷേ ഈ നടപടികൾ അന്വേഷണമൊക്കെ പുരോഗമിക്കുന്ന സാഹചര്യത്തിൽ പ്രതിഷേധം അണിയുന്നില്ല. ഡോക്ടർമാർ സമരം അവസാനിപ്പിച്ചുവെങ്കിൽ പോലും ഇനി കേസ് എപ്പോഴാണ് വീണ്ടും പരിഗണിക്കുന്നത് സുപ്രീം കോടതി? രണ്ട് കാര്യങ്ങൾ. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒന്ന്, കൊൽക്കത്തയിലെ ഡോക്ടർമാർ പൂർണ്ണമായി സമരം അവസാനിപ്പിച്ചിട്ടില്ല. കാരണം രാജ്യവ്യാപകമായിട്ട് പ്രതിഷേധം അവസാനിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ കൊൽക്കത്തയിലെ ആർജിക്കർ ആശുപത്രിയിലെ ഡോക്ടർമാർ വ്യക്തമാക്കിയിരിക്കുന്ന കാര്യം, പ്രതിഷേധം അവസാനിപ്പിക്കുന്നില്ല. കാരണം നീതി കിട്ടും വരെ പോരാട്ടം തുടരുമെന്നാണ് അവർ പറയുന്നത്. കാരണം ചില ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചിരുന്നു, അക്കാര്യത്തിൽ ഒരു നടപടിയില്ല. പ്രത്യേകിച്ച് സുരക്ഷ അടക്കമുള്ള വിഷയങ്ങളിൽ ഉറപ്പ് വേണം. അത് ഉണ്ടെങ്കിൽ മാത്രമേ ഈ സമരം അവസാനിപ്പിക്കൂ. അതുകൊണ്ട് തന്നെ പ്രതിഷേധം തുടരും എന്നവർ ആവർത്തിക്കുന്നുണ്ട്. ഇന്ന് നടക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട കാര്യം നുണ പരിശോധനയാണ്. പ്രത്യേകിച്ച് ആർജിക്കർ ആശുപത്രിയിലെ മുൻ പ്രിൻസിപ്പൽ സന്ദീപ് ഘോഷ് ഉൾപ്പെടെ 6 പേരുടെ നുണ പരിശോധന ഇന്ന് നടക്കുന്നുണ്ട്. സന്ദീപ് ഘോഷ്, അതിന് പുറമെ ഈ ജൂനിയർ ഡോക്ടർ സഹപ്രവർത്തകരായിരുന്ന മറ്റ് 4 ജൂനിയർ ഡോക്ടർമാർ, ഒപ്പം തന്നെ ഒരു സിവിക് വളണ്ടിയർ, ഇങ്ങനെ 6 പേരുടെ നുണ പരിശോധനയാണ് ഇന്ന് നടക്കുന്നത്. സന്ദീപ് ഘോഷിന്റെ കാര്യം നമുക്കറിയാം. സന്ദീപ് ഘോഷിന് എന്തോ താല്പര്യമുണ്ട് എന്ന രീതിയിൽ, അല്ലെങ്കിൽ ചില സംശയങ്ങൾ പ്രകടിപ്പിക്കുന്ന ഇടപെടലുകൾ സന്ദീപ് ഘോഷിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഈ കോൺഫറൻസ് ഹാളിലും ആയിരുന്നു ഈ ജൂനിയർ ഡോക്ടറുടെ മൃതദേഹം കണ്ടത്. തൊട്ടടുത്ത ദിവസം അതിന് സമീപം അറ്റകുറ്റപ്പണി നടത്താൻ നിർദ്ദേശിക്കുന്നു. മാത്രവുമല്ല, ഈ പുലർച്ചെ കൊലപാതകം അറിഞ്ഞ് വീട്ടുകാരെ അറിയിക്കുന്നത് വളരെ വൈകിയാണ്. അങ്ങനെ പ്രിൻസിപ്പൽ എന്ന രീതിയിൽ സന്ദീപ് ഘോഷിന്റെ ഇടപെടൽ ചോദ്യം അന്ന് തന്നെ ഉയർത്തിയിരുന്നു. സുപ്രീം കോടതിയും ആ ചോദ്യങ്ങൾ കഴിഞ്ഞ ദിവസം ആവർത്തിക്കുകയും ചെയ്തു. മറ്റ് 4 ഡോക്ടർമാരുടെ കാര്യം വരികയാണെങ്കിൽ, അവരാണ് അന്ന് ഈ കൊല്ലപ്പെട്ട ജൂനിയർ ഡോക്ടർക്കൊപ്പം ജോലിയിലുണ്ടായിരുന്നത്. അവർ ഒരുമിച്ചാണ് ഭക്ഷണം കഴിച്ചത്. അപ്പോൾ അക്കാര്യങ്ങൾ പശ്ചാത്തലമാണ് അവരെ നുണപരിശോധനയ്ക്ക് വിധേയമാക്കുന്നത്. ഈ സിവിക് വളണ്ടിയറിന്റെ കാര്യത്തിൽ ഈ കുറ്റകൃത്യം ചെയ്ത പ്രതിക്കൊപ്പം അന്ന് രാത്രി പലപ്പോഴായി ഇയാളെ കണ്ടിരുന്നു. ഇതുകൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഇയാളെ നുണപരിശോധനയ്ക്ക് വിധേയമാക്കുന്നത്. അങ്ങനെ 6 പേരുടെ നുണപരിശോധന നടക്കുന്നു. സിയാൽദ കോടതി ഇന്നലെ അതിന് അനുമതി നൽകുകയും ചെയ്തിരുന്നു. ഏതായാലും കേസ് കോടതിയിൽ വീണ്ടും പരിഗണനയ്ക്ക് വരുന്നുണ്ട്. നിലവിൽ കൊൽക്കത്തയിലെ ഡോക്ടർമാർ ആവർത്തിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം, അവർ CBI സംഘവുമായി കൂടിക്കാഴ്ച നടത്തും. അന്വേഷണ പുരോഗതി സംബന്ധിച്ച കാര്യങ്ങൾ ചോദിച്ചറിയുമെന്നാണ് ഇപ്പോൾ അവർ വ്യക്തമാക്കിയിരിക്കുന്നത്. എൽദാശ്വരി. റൈറ്റ്.